കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ ചന്ദ്രബോസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ശാരദയ്ക്ക് ഉള്ളൊരു ഭയമാണ്. കാരണം അകത്ത് ബോഡി കിടക്കുന്ന എന്താവും, ഇവരെങ്ങാനും കയറി നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഗോപാലൻ ആ ബോഡി അവിടെ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് പോയതിന് ശേഷം ശാരദ നോക്കുമ്പോൾ അവിടെ ബ്ലഡും ഇതെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിച്ച് ശരിയാക്കുകയാണ് അവിടെ കിടന്ന്. അപ്പം വിഷ്ണു തിരിച്ചും രണ്ടുപേരും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ ഒരു സ്വപ്നമൊക്കെ കാണുന്നു. വിഷ്ണുവിനെ ഇങ്ങനെ പോലീസ് അടിക്കുന്നതൊക്കെ സ്വപ്നമൊക്കെ കാണുന്നു. അങ്ങനെ പെട്ടെന്ന് സത്യഭാമ എഴുന്നേറ്റിട്ട് വിഷ്ണു ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, നീ ഒന്ന് വിളിച്ച് നോക്ക് ഭാമയെന്ന് രാഘവൻ നായർ പറയുകയാണ്. അങ്ങനെ ഭാമ വിളിച്ച് നോക്കുമ്പോഴത്തേനും ഒരു പോലീസാണ് എടുക്കുന്നത്. അങ്ങനെ പറയും, വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നെന്ന് പറയും. അപ്പോൾ പറയും എന്തിനാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ആ സ്വർണം കട്ടയുന്നതല്ല, നമ്മുടെ നസീറിനെ കാണാത്തതിലാണ്, നൂർജഹാനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയും. അപ്പോൾ രാഘവൻ നായർ പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം, എങ്ങനെയും അവനെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശാരദയാണെങ്കിൽ ആ അകത്തളം വീണ്ടും കഴുകുകയാണ്. കഴുകുന്ന സമയത്ത് ഗോപാലൻ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ശാരദ നീ എന്തോ കാണിക്കുന്നത്, ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവും, ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കിയെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ശാരദ പറയും, നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്ത്, എനിക്കത് അറിയണമെന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ശാലിനി ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോൾ ശാലിനിക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്, ഇവരെന്തോ മറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോപാലനാണെങ്കിൽ ആ സംസാരം നിർത്തുകയാണ്. അപ്പോൾ ശാലിനി ഇങ്ങനെ വരെ വാച്ച് ചെയ്യുന്നുണ്ട്. ശാലിനി ഈ രഹസ്യം കണ്ടെത്താൻ എന്തായാലും ചാൻസ് ഉണ്ട്. കാരണം നസീറിനെ ഓൾറെഡി കാണാതാകുകയാണല്ലോ. പിന്നെ നസീറിൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ നൂറ് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയുകയാണ്. ആ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നസീറിൻ്റെ ബാപ്പ അബൂക്കർ വന്നിട്ട് നമ്മുടെ നൂറിനെ തലമുടിക്ക് കുത്തിപ്പിടിക്കുകയും തല്ലുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം നസീറിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. അപ്പം പതുക്കെ നസീർ എവിടെയാണെന്ന് നിനക്കറിയാം, നീ മര്യാദയ്ക്ക് പറയാനൊക്കെ പറയും. അപ്പം നമ്മുടെ നൂറ് പറയും, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പം നസീറിൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് വരികയാണ്. വരുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, ഞാൻ മൂന്നിനെയും കൊല്ലും, എന്നിട്ട് ഈ വീടിന് തീയിടുന്നൊക്കെ പറയും. അങ്ങനെ ആ സമയത്തൊക്കെ നമ്മുടെ നൂറിൻ്റെ ബാപ്പയാണെങ്കിൽ കൈ ഇങ്ങനെ എടുത്ത് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും അയാൾ എഴുന്നേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും വയലൻസ് ഒക്കെ ആകുമ്പോഴത്തേന് ചാടി എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത കാര്യം ഈ സ്വർണം കട്ടവരോട് പറയണം. അങ്ങനെ അവർ വരികയാണ് പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറച്ചിലുണ്ടാകുന്നു. അപ്പം പെട്ടെന്ന് ആ പെൺകുട്ടി പറയുന്നു, എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് സത്യഭാമയോട് ചോദിക്കുന്നു. അപ്പോൾ സത്യഭാമ ഇങ്ങനെ ഒന്നും അറിയാത്തത്, പണ്ട് സമൂഹത്തിൽ ഈ വിഷ്ണുവിനെ എനിക്ക് വേണ്ടി ആലോചിച്ചാന്നൊക്കെ പറയും. അങ്ങനെ ഈ സ്വർണം കട്ടെടുത്ത താനല്ലാന്ന് വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ അന്നേരം ഈ രാഘവൻ നായർ പറയുന്നുണ്ട്, എടാ മോനെ ആ സ്വർണം അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഡൗട്ടാകുന്നു. അപ്പോൾ ഈ രാഘവൻ നായർ സ്വർണം എടുത്ത് എവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശാലിനിയും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ലോക്കപ്പിൽ കാണുന്ന വിഷ്ണുവിനെ കാണുന്നു, സങ്കടമാകുന്നു. അങ്ങനെ വിഷ്ണുവിനെ ഇറക്കാനുള്ള നീക്കങ്ങളുമായിട്ട് അവർ മുന്നോട്ട്